ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശിലായുഗ കാലഘട്ടം. എന്താ ഈ ശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്? നമ്മുടെ പൂർവികർ, നമ്മുടെ ആദിമകാല മനുഷ്യർ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും അവരുടെ കാലഘട്ടങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 4 കാലഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവരിലുണ്ടായ മാറ്റങ്ങൾ, ഓരോ കണ്ടുപിടുത്തങ്ങൾ. ആദിമകാലത്തെ മനുഷ്യരൊക്കെ അലഞ്ഞു തിരിഞ്ഞായിരുന്നു നടന്നിരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വാസസ്ഥലമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരുടെ അനുഭവത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും അവർ പഠിച്ചത് വെച്ച് ഈ ശിലായുഗ കാലഘട്ടത്തെ നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് എന്നും, സെക്കൻഡ് വൺ മധ്യശിലായുഗം അഥവാ മീസോലിത്തിക് ഏജ് എന്നും, തേർഡ് വൺ നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് എന്നും, ഫോർത്ത് വൺ താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്നും 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ഗുഹാചിത്രങ്ങളുടെയും ഗവേഷണങ്ങളിലൂടെയും ലഭിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തെ തരംതിരിച്ചിരിക്കുന്നത്. പ്രധാന കണ്ടെത്തലുകൾ ഇവയായിരുന്നു. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ കൂട്ടമായായിരുന്നു ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തർ കൂട്ടത്തെ നയിക്കും. ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വേട്ടയാടിപ്പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസങ്ങൾ അവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശില ആയുധങ്ങളും മൃഗങ്ങളുടെ എല്ല്, കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ഉപയോഗിച്ചിരുന്നു. മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളാക്കി മാറ്റി. തോലുകൾ തുന്നാനായി മൃഗങ്ങളുടെ എല്ലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മധ്യശിലായുഗം മീസോലിത്തിക് ഏജ് മുനയുള്ളതും സൂക്ഷ്മവും ചെറുതുമായ ശില ആയുധങ്ങൾ ഉപയോഗിച്ച കാലമായതിനാൽ മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം അഥവാ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. മധ്യശിലായുഗത്തിന്റെ വേട്ടയാടൽ വ്യാപകമായിരുന്നു. തൽഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിന് ഉദാഹരണമാണ് മാമത്ത്. ഇക്കാലത്താണ് മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചത്. ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. നായയെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും ഇക്കാലത്താണ്. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്കും അവർ ഉപയോഗിച്ചിരുന്നു. നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് ഏകദേശം 8,000 വർഷം മുൻപുള്ള കാലഘട്ടത്തെയാണ് ഈ നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. മധ്യശിലായുഗത്തിൽ മനുഷ്യർ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നില്ലേ? ആ ആയുധങ്ങൾ നവീന ശിലായുഗമായപ്പോൾ അവർ അത് മിനുസപ്പെടുത്താൻ തുടങ്ങി. കൃഷി ആരംഭിച്ചതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പുരോഗതിയായി കണക്കാക്കുന്നത്. ഭക്ഷ്യശേഖരത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ് തുടങ്ങിയവയായിരുന്നു ഇതിന് കാരണം ചൂണ്ടിക്കാട്ടുന്നത്. മനുഷ്യർ സ്ഥിര താമസമാക്കി തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. കൂടാതെ ഭക്ഷ്യ ആവശ്യത്തിന് മൃഗങ്ങളെയും അവർ വളർത്തി തുടങ്ങി. താമ്രശിലായുഗം അഥവാ ചാർക്കോലിത്തിക് ഏജ് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു താമ്രശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബാലുചിസ്ഥാനിലെ മെഹർഗഡ്. ഗോതമ്പ്, ബാർലി എന്നിവ ഇവിടത്തെ പ്രധാന കൃഷിയായിരുന്നു. അടപ്പുകളോട് കൂടിയ വീടുകൾ, ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ച മൺപാത്ര നിർമ്മാണത്തിന് ചക്രം അവർ ഉപയോഗിച്ചിരുന്നു.